സ്വാതന്ത്ര്യ സമര സേനാനി കടപ്പായിൽ ഡോക്ടർ കെ.വി. വാസുദേവൻ അനുസ്മരണം അഞ്ചാലുമൂട് ഇഞ്ചവിള ഗവൺമെന്റ് വൃദ്ധസദനത്തിൽ നടത്തി. N.K. പ്രേമചന്ദ്രൻ എം.പി. അനുസ്മരണം ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ കെ.വി. ഷാജിയുടെ അധ്യക്ഷതയിലാണ് ഡോക്ടർ കെ.വി. വാസുദേവൻ ചരമവാർഷികാനുസ്മരണം നടന്നത്. ഹോമിയോപ്പതി മെഡിക്കൽ സിസ്റ്റത്തിന്റെ പ്രാധാന്യവും അതിന്റെ പ്രസക്തിയും ഓരോ വർഷം കഴിയുന്തോറും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് N.K. പ്രേമേന്ദ്രൻ എം.പി. പറഞ്ഞു. ഡെങ്കി, വൈറൽ പനികളെ തടയാൻ ഹോമിയോ മരുന്ന് ഫലപ്രദമാണെന്ന് പോയ കാലങ്ങളിൽ നാം തിരിച്ചറിഞ്ഞതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതത് വൈദ്യശാസ്ത്രങ്ങളെയും വൈദ്യ സംവിധാനങ്ങളെയും നിലനിർത്തുകയും അതിന്റെ തനത് സ്വഭാവം നിലനിർത്തി പരിപോഷിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, എല്ലാം ഒരു സമഗ്ര തലത്തിലുള്ള ഒരു സമീപനമാണ് ഈ കാര്യത്തിൽ വേണ്ടത്. ചില അസുഖങ്ങൾ ഹോമിയോ മെഡിസിനിലൂടെ, ആയുർവേദത്തിലൂടെ നിഷ്പ്രയാസം ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയും. അത് അലോപ്പതി മുഖാന്തരം ചെയ്യാൻ കഴിയണമെന്നില്ല. അലോപ്പതി ചെയ്യുന്ന പല ചികിത്സകളും ഹോമിയോ ഡോക്ടർക്കോ ആയുർവേദ ഡോക്ടർക്കോ അതല്ലെന്നുണ്ടെങ്കിൽ മറ്റു മർമ്മശാസ്ത്രത്തിനോ അല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള മറ്റ് സ്ഥലങ്ങൾക്കോ കഴിയുന്നില്ല. ചിക്കൻ പോക്സ് ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണത്തിന്റെ ഉദ്ഘാടനവും പ്രേമചന്ദ്രൻ നിർവഹിച്ചു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ PRO മോഹൻ പെരുന്നാളി രചിച്ച ശബരിമലയും ദേവസ്വം ബോർഡും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഗവൺമെന്റ് വൃദ്ധസദന സൂപ്രണ്ട് R.K. പ്രകാശ് കുമാറിന് നൽകി N.K. പ്രേമചന്ദ്രൻ എം.പി. നിർവഹിച്ചു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം B. ജയന്തി, R.P. പണിക്കർ, മങ്ങാട് സുബിൻ നാരായൺ, പെരുമൻ ഷാജി, അഷ്ടമുടി രവികുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.